ഭാഗം 26. ആൽത്തറയുടെ ഭാഗത്തേക്ക് വന്നപ്പോഴേ കണ്ടിരുന്നു കരിനീല നിറത്തിലുള്ള മുണ്ടും അതിന് ചേർന്ന ഷർട്ടും അണിഞ്ഞ് തങ്ങളെ നോക്കി നിൽക്കുന്നവനെ. മുഖത്ത് കട്ടിയുള്ള താടിരോമങ്ങൾ സ്ഥാനം പിടിച്ചിരിക്കുന്നു. വെട്ടാതെ അലസമായി കിടക്കുന്ന മുടിയിഴകൾ അവന്റെ മാനസിക പ്രയാസം വിളിച്ചു കാണിക്കുന്നുണ്ടായിരുന്നു. ഉറക്കം നഷ്ടപ്പെട്ട കണ്ണുകൾ അത് തന്നെ ഓർത്തുള്ള ആവലാതിയാണെന്ന് അവൾക്ക് പറഞ്ഞുകൊടുത്തു. ഒരു നിമിഷം ഓടിച്ചെന്ന് വാരിപ്പുണരാൻ അവൾക്ക് തോന്നി. പരസ്പരം ഇഴകൾ ഉടക്കിയപ്പോൾ ഒരു നിമിഷം രണ്ട് നയനങ്ങളും ഇണകളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പരസ്പരം ആശയവിനിമയം ആരംഭിച്ചു. അവനെ കണ്ടപ്പോഴുള്ള അവളുടെ കണ്ണുകളുടെ തെളിമ നന്നായി തന്നെ അവന് മനസ്സിലാക്കിയിരുന്നു. അരികിലേക്ക് ഓടിച്ചെന്ന് അവളെ വാരിപ്പുണരാൻ അവനും ആഗ്രഹം തോന്നിയിരുന്നു. ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ കൊരുക്കുന്നതും അത് വാചാലമാകുന്നതും ദീപ്തി നോക്കിക്കണ്ടു. ആ പ്രണയത്തിന്റെ തീവ്രത അവൾക്ക് മനസ്സിലായി തുടങ്ങി. തങ്ങൾക്കരികിലേക്ക് നടന്നു വരുന്നവനോട് ഉള്ളിൽ വല്ലാത്ത വിദ്വേഷമായിരുന്നു ദീപ്തിക്ക് തോന്നിയിരുന്നത്. ഞങ്ങളുടെ സന്തോഷങ്ങൾ തട്ടിയെടുക്കാൻ വരുന്ന ഒരുവനായാണ് അവനെ ദീപ്തി കണ്ടത്. ചേച്ചി, ഇതാണ് അനുവേട്ടൻ. ദിവ്യ അവൾക്ക് അവനെ പരിചയപ്പെടുത്തി. ജനിച്ചപ്പോഴേ അങ്ങനെയായിരുന്നോ പേര്, അനുവേട്ടനെന്ന്? ദീപ്തിയുടെ സ്വരത്തിലെ പരിഹാസം അനന്തുവിന് ഇഷ്ടമായില്ലെങ്കിലും അവൻ സ്വന്തമായി നിയന്ത്രിക്കാൻ ശ്രമിച്ചു. അനന്തു, ദിവ്യ തിരുത്തി കൊടുത്തു. സമയമില്ല, പെട്ടെന്ന് എന്താണെന്ന് വെച്ചാൽ കാണിക്കാൻ പറ. അവന്റെ മുഖത്തേക്ക് നോക്കാതെയാണ് ദിവ്യ പറഞ്ഞത്. പെട്ടെന്ന് തന്നെ ഫോണെടുത്ത് വാട്സപ്പ് ചാറ്റ് ദീപ്തിയുടെ കൈകളിലേക്ക് വച്ചുകൊടുത്തു. ഒരു നിമിഷം കണ്ട് കണ്ണ് തള്ളിപ്പോയിരുന്നു അവൾക്ക്. സ്ക്രോൾ ചെയ്തു നോക്കും തോറും അവളുടെ വിശ്വാസത്തിന് മങ്ങലേൽക്കുന്നത് ഒരുപാട് കാര്യങ്ങളാണ് അതിലുണ്ടായിരുന്നത്. അതുവരെ വിവേകിനെ കുറിച്ചുണ്ടായിരുന്ന ഒരു നല്ല ചിത്രം ദീപ്തിയുടെ മനസ്സിൽ നശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ തമ്മിൽ എങ്ങനെയാ പരിചയം? ദീപ്തി അനന്തുവിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. എനിക്ക് അറിവൊന്നുമില്ല. എന്നെ അറിയാമെന്ന് പറഞ്ഞത് എൻ്റെ വീട്ടിൽ വന്ന് കാണുമായിരുന്നു. എന്നിട്ട് എന്താ പറഞ്ഞത്? ദിവ്യയ്ക്ക് എന്നെ ഇഷ്ടമാണെന്ന് അവനോട് പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ ഇഷ്ടമാണെന്ന രീതിയിൽ പെരുമാറിയാൽ ഞാൻ ചോദിക്കുന്ന പണം തരാമെന്ന് പറഞ്ഞു. എൻ്റെ മോശം സാഹചര്യമായിരുന്നു, അതുകൊണ്ട് ഞാൻ അതിന് സമ്മതിച്ചു കൊടുത്തു. പിന്നെ ഞാൻ നേരിട്ട് ദിവ്യ ഇഷ്ടമാണെന്ന് പറയണമെന്നും പറഞ്ഞു. അതും ഞാൻ ചെയ്തു. എന്തിനാ ഇങ്ങനെയൊക്കെ അവൻ പറഞ്ഞത്? എന്താണ് അവൻ്റെ ഉദ്ദേശം? ദീപ്തിയുടെ സ്വരത്തിൽ ആശങ്കകൾ നിറഞ്ഞു. ഞാനൊന്നും ചോദിച്ചില്ല, അവനൊന്നും പറഞ്ഞില്ല. നിങ്ങൾ തമ്മിൽ ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ടോ? വിളിക്കാറുണ്ട്, ഞാൻ എടുക്കാറില്ല. തൻ്റെ ഫോണിൽ അവൻ വിളിച്ച മിസ്ഡ് കോളുകൾ അവൾ കാണിച്ചു കൊടുത്തു. ഇതുവരെ എത്ര രൂപ തന്നു അവൻ? ദീപ്തിയുടെ സ്വരത്തിൽ പരിഹാസം നിറഞ്ഞപ്പോൾ ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് അനന്തുവിന് തോന്നി. പണത്തിന് അത്യാവശ്യമുണ്ടായിരുന്നു, അതിനുവേണ്ടി തന്നെയാണ് ഇതിനുവേണ്ടി തിരിച്ചത്. പക്ഷെ ഒരു പെൺകൊച്ച് ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് മനസ്സിലാകുമ്പോൾ അമ്മയും പെങ്ങളുമുള്ള ഒരുത്തൻ അവളെ ചതിക്കാൻ കൂട്ടുനിൽക്കില്ല. 1 രൂപ പോലും ഈ നിമിഷം വരെ ഞാൻ വാങ്ങിയിട്ടില്ല. അവൻ്റെ സ്വരം ഉയർന്നപ്പോൾ ഒരു നിമിഷം ദിവ്യ ഭയന്നു പോയിരുന്നു. ഇരുവരും തമ്മിൽ ഒരു വഴക്കുണ്ടാവുകയാണെങ്കിൽ അത് തങ്ങളുടെ ഭാവിയെ മോശമായി ബാധിക്കുമെന്ന് അവൾ ഉറപ്പായിരുന്നു. നാളെയും പരസ്പരം കാണേണ്ടവരാണ് ഇരുവരും. അതുകൊണ്ട് തന്നെ ഒരു വഴക്കുണ്ടാകാതെ ഇരിക്കുന്നതാണ് നല്ലത്. ദിവ്യയെ കല്യാണം കഴിക്കാനാണോ തൻ്റെ പ്ലാൻ? തുറന്നുള്ള ദീപ്തിയുടെ ചോദ്യത്തിൽ ഒരു നിമിഷം അവൻ അമ്പായിരുന്നു. പെൺകുട്ടികളെ വഞ്ചിക്കുന്ന സ്വഭാവം എനിക്കില്ല. എന്നിട്ടാണോ പണത്തിന് വേണ്ടി ഒരു കുട്ടിയോട് ഇഷ്ടമാണെന്ന് അഭിനയിക്കാൻ നിങ്ങൾ തയ്യാറായത്? ദീപ്തിയുടെ ആ ചോദ്യത്തിന് മാത്രം അനന്തുവിൻ്റെ കയ്യിൽ ഉത്തരമുണ്ടായിരുന്നില്ല. പറഞ്ഞില്ലേ, സാഹചര്യം അതായിരുന്നു. അന്ന് എനിക്ക് കാശ് അത്യാവശ്യമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെയൊരു കാര്യത്തിന് സമ്മതിക്കുന്നത്. എപ്പോൾ മുതലാ ഈ മാനസാന്തരം വന്നത്? ദീപ്തി ചോദിച്ചു. മാനസാന്തരമൊന്നുമല്ല, ചെയ്തത് തെറ്റാണെന്ന് തോന്നിയപ്പോഴാണ് തുറന്നു പറഞ്ഞത്. അത് ദിവ്യയല്ല, മറ്റാരാണെങ്കിലും അങ്ങനെ തന്നെ ഞാൻ ചെയ്തേനെ. കുറച്ച് ദിവസം കുറ്റബോധം കൊണ്ട് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. ഒരെടുത്തുചാട്ടത്തിന് സമ്മതിച്ചുവെങ്കിലും ഒരു പെൺകുട്ടിയോടും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തത്. മോഹം കൊടുത്ത് വഞ്ചിക്കുന്നത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. പിന്നെ ചെയ്യാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വ്യക്തമായി ദിവ്യയ്ക്കറിയാം. ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്താണെങ്കിലും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം നടക്കാൻ പോകുന്നില്ല. വിവേകിനെ കൊണ്ട് എന്താണെങ്കിലും കല്യാണം കഴിപ്പിക്കില്ല. അതുപോലെ തന്നെ നിങ്ങളെ കൊണ്ടും കല്യാണം കഴിപ്പിക്കില്ല. ആ മോഹം മനസ്സിൽ വച്ചുകൊണ്ടിരിക്കേണ്ട രണ്ടാളും ഇവിടെ വെച്ച് തന്നെ അത് ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. ഞാൻ അനന്തുവിനെ കുറ്റപ്പെടുത്തി സംസാരിക്കില്ല. നിങ്ങളുടെ വീട്ടിലേക്ക് ദിവ്യയെ വിടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അങ്ങനെ ഒരു വീട്ടിലേക്ക് ഇവളെ ഞങ്ങൾ വിടില്ല. നിങ്ങളുടെ സാഹചര്യങ്ങളായിരിക്കാം. പക്ഷേ ഏതൊരു മാതാപിതാക്കൾക്കും അവരുടെ മക്കൾ നല്ല നിലയിൽ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടാവും. അറിഞ്ഞുകൊണ്ട് ആരും നമ്മുടെ സ്വന്തം മക്കളെ ഒരു ദുരിതത്തിലേക്ക് തള്ളിവിടില്ല. ഇപ്പോൾ പ്രണയമുണ്ടാവും, അതൊക്കെ വെറും തോന്നലുകൾ മാത്രമാണ്. ഇവിടുന്ന് ജീവിതം തീരില്ല. ജീവിതം തുടങ്ങുമ്പോൾ മനസ്സിലാക്കുമത്. ദിവ്യയുടെ ജീവിത സാഹചര്യവും അനന്തുവിൻ്റെ ജീവിത സാഹചര്യവും രണ്ടാണ്. ഒരിക്കലും ദിവ്യയെ സന്തോഷിപ്പിക്കാൻ അനന്തുവിന് പറ്റില്ല. പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോകാം എന്നൊക്കെ പറഞ്ഞാലും മറ്റൊരു സാഹചര്യത്തിൽ വളർന്ന കുട്ടിയായ ദിവ്യയ്ക്ക് ഒരിക്കലും നിങ്ങളുടെ വീടുമായോ വീട്ടുകാരുമായോ മുന്നോട്ട് പോകാൻ പറ്റില്ല. ദീപ്തി സൗമ്യമായി പറഞ്ഞു.
ദിവ്യയുടെ ചേച്ചി ആയതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങൾ പറയുന്നതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാകും. ഒരു ചേച്ചിയുടെ ആകുലതയാണ് നിങ്ങൾ പറയുന്നത് മുഴുവൻ. അതുകൊണ്ടാണ് ഞാൻ ഒന്നും മിണ്ടാതെയെല്ലാം കേട്ടു നിൽക്കുന്നത്. തെറ്റെൻ്റെ ഭാഗത്താണ്. ഒട്ടും അർഹിക്കാത്തൊരു കാര്യം ആഗ്രഹമാണ് ഞാൻ മനസ്സിൽ കൊണ്ട് നടന്നത്. ദിവ്യയ്ക്ക് എന്നോട് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടായിരുന്നെങ്കിലും ഞാൻ ഒരിക്കലും അത് സമ്മതിച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നു. പലവട്ടം ഞാൻ എൻ്റെ അവസ്ഥകളെക്കുറിച്ച് ദിവ്യയോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും വീണ്ടും എന്നെ അതിലേക്ക് വലിച്ചിട്ടത് ദിവ്യ തന്നെയാണ്. അത് അവളുടെ തെറ്റല്ല. വളരെ ഇഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ്. അതെനിക്ക് മനസ്സിലാക്കാൻ കഴിയും ചേച്ചി. എന്നോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുൻനിർത്തി ചേച്ചിയോടുള്ള എല്ലാ ബഹുമാനത്തോടും തന്നെ പറയാം. എന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്നൊരു പെൺകുട്ടിയെ ഉപേക്ഷിച്ച് ഞാൻ എങ്ങോട്ടും പോകില്ല. ആര് സമ്മതിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ ജീവിതത്തിൽ അവൾ മാത്രമേ ഉണ്ടാകൂ. അവൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ, എൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമാണെങ്കിൽ, എതിര് നിൽക്കുന്നത് ആരാണെങ്കിലും അതെനിക്ക് പ്രശ്നമല്ല. എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങളോ എൻ്റെ ബാക്ക്ഗ്രൗണ്ടോ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ഞാൻ അവളെ എങ്ങനെ നോക്കുന്നു, അവളെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് മാത്രം നോക്കിയാൽ മതി. വിവാഹം എന്ന് പറയുന്നത് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. വിവാഹം എന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധമാണ്. അതും വേറെ രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജീവിച്ചിരുന്നവർ ഒരുമിച്ചൊരു യാത്ര ആരംഭിക്കുകയാണ്. ലക്ഷ്യസ്ഥാനത്തെത്തുമെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വിശ്വാസമുണ്ട്. ഞങ്ങളുടെ സ്നേഹം മറ്റാരോടും പറഞ്ഞ് ബോധ്യപ്പെടുത്താനോ വേണ്ടെന്ന് വയ്ക്കാനോ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞ് അവളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നത്തിനും ഞാൻ വരില്ല. സ്വന്തമാക്കണമെന്ന് വാശി പിടിക്കില്ല. പക്ഷെ എൻ്റെ കൂടെ മാത്രമേ ജീവിക്കൂ എന്ന് അവൾ പറഞ്ഞാൽ പിന്നെ എൻ്റെ മുൻപിൽ ഒരു പ്രതിബന്ധങ്ങളുമില്ല. അവൾക്ക് വേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ്. എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് അവൾക്കൊപ്പം മാത്രമായിരിക്കും. അവൾക്കെന്നെ വേണ്ട, മറ്റൊരു ജീവിതം തിരഞ്ഞെടുക്കണമെന്ന് തോന്നിയാൽ അതിനും ഞാൻ എതിര് നിൽക്കില്ല. ഇതിനപ്പുറം ഒന്നും എനിക്ക് പറയാനില്ല. ആനന്ദുവിൻ്റെ വാക്കുകൾ ഉറച്ചതായിരുന്നു. ചേച്ചിയുടെ മുൻപിൽ വെച്ച് ഞാൻ പറഞ്ഞത് അവിവേകമാണെങ്കിൽ ക്ഷമിക്കണം. വേണമെങ്കിൽ ഞാൻ അവളെ കാണില്ല എന്ന് പറഞ്ഞ് ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാം. അങ്ങനെ കൊണ്ടുപോകാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഉറപ്പിച്ചു പറഞ്ഞത്. എൻ്റെ ജീവിതത്തിൽ ഇനി മറ്റൊരു പെൺകുട്ടിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അവൾക്ക് എന്നെ വേണ്ടെങ്കിൽ, ഞാൻ അവൾക്ക് ചേരുന്നതല്ലെന്ന് തോന്നിയാൽ ഒരിക്കലും ദിവ്യയുടെ നല്ല ജീവിതത്തിന് ഞാനൊരു ഭീഷണിയല്ല. അവൻ്റെ ഓരോ വാക്കുകളിലും ദിവ്യയുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു. വരട്ടെ. ദിവ്യ ഒന്ന് നോക്കി കണ്ണുകൾ കൊണ്ട് അവളോട് യാത്ര പറഞ്ഞു. ദീപ്തിയുടെ മുഖത്തേക്കൊന്ന് നോക്കി അവൻ തിരിഞ്ഞു നടന്നപ്പോൾ ചെന്ന് ആ നെഞ്ചിലേക്ക് ചായാൻ തോന്നിയിരുന്നു അവൾക്ക്. പക്ഷെ കാലുകൾക്ക് ചങ്ങലയിട്ടിരിക്കുന്നത് പോലെ. സമയം ഒരുപാടായി, പോവാം. വരുത്തിവെച്ച ഗൗരവത്തോടെ ദീപ്തി പറഞ്ഞപ്പോൾ ഒരുവൻ മനസ്സിലും സ്ഥാനം നേടിയിട്ടുണ്ടെന്ന് അവൾക്ക് തോന്നിയിരുന്നു. വരാനിരിക്കുന്ന നല്ല കാലത്തിൻ്റെ ശുഭസൂചകമായി മാത്രമേ അവൾ അതിനെ കണ്ടുള്ളൂ. വീട്ടിലേക്ക് വന്ന അമ്മയോടൊന്നും തുറന്നു പറയാനുള്ള ശക്തി ദീപ്തിക്കുണ്ടായിരുന്നില്ല. തിരിച്ചും മറിച്ചും അവൾ കണക്കുകൂട്ടലുകൾ നടത്തി. അവൻ്റെ ഫോണിൽ നിന്നും എടുത്ത സ്ക്രീൻഷോട്ടുകൾ തൻ്റെ കയ്യിൽ വെച്ച് കുറേ നേരം അവൾ ആലോചിച്ച് നോക്കി. എന്ത് ചെയ്യണമെന്ന്, ആരോടെങ്കിലും പറയണോ എന്ന് പോലും അറിയാത്തൊരവസ്ഥയിലായിരുന്നു ദീപ്തി. അവസാനം ഭർത്താവുമായി ആലോചിച്ചതിന് ശേഷം ഇതിലൊരു തീരുമാനം എടുക്കാം എന്ന് അവൾ കരുതി. അവൾ സ്വന്തം വീട്ടിലേക്ക് പോകാൻ തയ്യാറെടുത്തു. പെട്ടെന്നൊരുങ്ങി വരുന്ന മകളെയും ചെറുമകനെയും കണ്ട് ഒരു നിമിഷം അമ്മ വന്നിരുന്നു. നീ എവിടേക്കാണ് ഈ സന്ധ്യാസമയത്ത്? അമ്മ ആദിയോട് ചോദിച്ചു. എനിക്ക് പെട്ടെന്ന് വീട്ടിൽ പോകണം. അനീഷേട്ടൻ വിളിച്ചിരുന്നു. പെട്ടെന്ന് ചെല്ലണമെന്ന് പറഞ്ഞു. എന്തോ അത്യാവശ്യമുണ്ടായിരുന്നു. നീ തന്നെയോ ഈ സന്ധ്യാസമയത്ത് പോകാനോ? അത് സാരമില്ലമ്മേ, ഞാൻ കവലയിൽ ചെന്ന് അച്ഛനെയും കൂട്ടിയേ പോവുകയുള്ളൂ. ഇത്രയുമായില്ലേ? ഇനി നാളെ പോയാൽ പോരെ? മകളോട് ഒരിക്കൽ കൂടി ചോദിച്ചു അവർ. പറ്റില്ലമ്മേ, വീട്ടിൽ വിളിച്ചിട്ടും എടുക്കുന്നില്ല. എനിക്കൊരു സമാധാനമില്ല. എന്തെങ്കിലും കാര്യമായിരിക്കും, അത്യാവശ്യമായിട്ടായിരിക്കും അനീഷേട്ടൻ അങ്ങനെ പറഞ്ഞത്. പൊതുവെ അങ്ങനെ പറയാറില്ല. നീ ഇന്നലെ പറഞ്ഞ കാര്യത്തിനെ പറ്റി വല്ലതും അറിഞ്ഞോ? ഇല്ലമ്മേ, അത് ഞാൻ പിന്നെ വന്നിട്ട് അമ്മയോട് പറയാം. ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ചെല്ലട്ടെ. ഇനി അവിടെ അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖമോ മറ്റോ ആണോ എന്ന് അറിയില്ലല്ലോ. വീട്ടിലേക്ക് വിളിച്ചിട്ട് ആരും ഫോൺ എടുക്കുന്നില്ല. ഒറ്റയ്ക്ക് പോകണ്ട, അച്ഛനെയും കൂട്ടിയേ പോകാവൂ. ദീപക് ഇപ്പോൾ വരും. അവന് ട്യൂഷൻ പോയിരിക്കുക. അവനെ കൂട്ടി നീ കവലയിലേക്ക് ചെല്ല. വേണ്ടമ്മേ, ഞാൻ പ്രശാന്തിയേട്ടൻ്റെ ഓട്ടോയിൽ കവലയിലേക്ക് ഇറങ്ങിക്കോളാം. അവിടുന്ന് ഞാൻ അച്ഛനെയും കൂട്ടിയേ പോകൂ. രണ്ടുപേരുടെയും സംസാരം കേട്ടാണ് അകത്തെ മുറിയിൽ നിന്നും ദിവ്യ പുറത്തേക്ക് വന്നത്. ചേച്ചി പോവാണോ? അമ്പരപ്പോടെ അവൾ ചോദിച്ചു. അതേടി, അത്യാവശ്യമുണ്ട്. ചേട്ടൻ വിളിച്ചിരുന്നു. നീ ഇനി ചെന്നിട്ടൊന്നും വയ്ക്കാൻ നിൽക്കണ്ട. നിനക്കിഷ്ടമാണെന്ന് കരുതി അച്ഛൻ ഇന്നലെ ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് അങ്ങോട്ട് തീയൽ വെച്ചപ്പോഴാണ് നീ പോവാൻ വേണ്ടി ഇറങ്ങുന്നത്. ഇനിയിപ്പോൾ അതിൽ കുറച്ച് കൊണ്ടുപോകും. വേണ്ടമ്മേ, ഇവിടെ ഇരിക്കട്ടെ. എനിക്കതൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. ഇനി ചെന്നിട്ട് നീ തന്നെ കിടന്ന് ചെയ്യണ്ടേ? അമ്മയ്ക്ക് വയ്യാതിരിക്കുന്നതുകൊണ്ട് രാത്രി ചെന്നൊന്നും നീ ഉണ്ടാക്കാൻ നിൽക്കണ്ട. അവിടെ ഇടയ്ക്കിടെ അച്ഛൻ വാങ്ങിക്കൊണ്ട് വരുന്നതാണ്. അവിടെയല്ലേ ഇതൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ട്. കുറിച്ചു കൊണ്ടുപോകും. ഞാൻ പാത്രത്തിലാക്കി തരാം. കുഞ്ഞിന് ഇഷ്ടമല്ലേ? അവനും കൊടുക്ക്. അതും പറഞ്ഞ് അവൻ അടുക്കളയിലേക്ക് നടന്നപ്പോൾ ദിവ്യ മൊത്തത്തിലൊന്ന് ദീപ്തിയെ നോക്കി. ചേച്ചി, എന്താണ് പെട്ടെന്ന് പോകുന്നത്? എന്നോട് വല്ല ദേഷ്യവും ഉള്ളതുകൊണ്ടാണോ? എനിക്കെന്തിനാ നിന്നോട് ദേഷ്യം? ഇന്നലെ വരെ നിന്നോട് എനിക്ക് ദേഷ്യമുണ്ടായിരുന്നു.
പക്ഷേ ഈ നിമിഷം എനിക്ക് നിന്നോട് ദേഷ്യമില്ല. പക്ഷേ നീ ചെയ്തത് ശരിയാണെന്ന് എനിക്ക് സമ്മതിച്ചു തരാൻ പറ്റുന്നില്ല. അനുവേട്ടൻ്റെ കാര്യമാണോ? ആളൊരു പാവമാണ് ചേച്ചി. ഈ സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒന്നുമില്ല. പറഞ്ഞില്ലേ, എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. അതുപോലെ പണത്തിനോടോ സ്വത്തിനോടോ ഒന്നും താല്പര്യമില്ല. എനിക്ക് അനുവേട്ടൻ്റെ കൂടെ ജീവിച്ചാൽ സന്തോഷമാണ്. അതിനപ്പുറം മറ്റൊരു സന്തോഷം എനിക്കില്ല. പക്ഷേ അത് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം കൂടി ഉണ്ടായാൽ എനിക്ക് ഇരട്ടി സന്തോഷമാവും. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, നീ ആ മോഹം ഇനി മനസ്സിൽ വെക്കണ്ട. എനിക്കവനെ ഇഷ്ടമല്ല. കുറച്ചു സമയം സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, കേട്ടതും അറിഞ്ഞതുമൊന്നുമല്ല അവനെന്ന്. നല്ലൊരു ചെറുപ്പക്കാരനാണെന്ന്. പക്ഷേ ആ മോഹം നടക്കില്ല മോളെ. നീ ഇവിടെ ഒറ്റക്കാലിൽ തപസ് ചെയ്താലും ആരും ആ വീട്ടിലേക്ക് നിന്നെ വിടാൻ പോകുന്നില്ല. അവൻ്റെ സാഹചര്യങ്ങളുടെ തെറ്റായിരിക്കാം. ഒരുപക്ഷെ നമ്മുടെ നാട്ടുകാർ ആരും ഇന്ന് വരെ അവനെക്കുറിച്ചോ അവൻ്റെ അമ്മയെക്കുറിച്ചോ നല്ലൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളൊരു വീട്ടിലേക്ക് അഭിമാനിയായി നമ്മുടെ അച്ഛൻ നിന്നെ വിടാനും പോകുന്നില്ല. അല്ലെങ്കിൽ പിന്നെ എല്ലാവരെയും എതിർത്തുകൊണ്ട് നീ ഇറങ്ങിപ്പോകണം. അങ്ങനെ ചെയ്യുമോ നീ? ഉദ്വേഗത്തോടെ അവൾ ചോദിച്ചു. ഞാൻ കരഞ്ഞു പറഞ്ഞു നോക്കും അച്ഛനോടും അമ്മയോടും. എന്നിട്ടും അവർ സമ്മതിച്ചില്ലെങ്കിൽ? ഒരു നിമിഷം അവളൊന്ന് നിർത്തി. ആ നിമിഷം തന്നെ ദീപ്തിയുടെ മനസ്സിലൊരു ഭയം നിഴലിച്ചു. സമ്മതിച്ചില്ലെങ്കിൽ? അവൾ ഒന്നുകൂടി ഊന്നി ചോദിച്ചു. അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് ചേച്ചി പറഞ്ഞതുപോലെ ചെയ്യേണ്ടി വരും. പണ്ടത്തെ കാലത്തായിരുന്നു ചേച്ചി കുടുംബത്തിന് വേണ്ടിയും വീടിന് വേണ്ടിയും ഒക്കെ പെൺകുട്ടികളൊക്കെ ത്യാഗം ചെയ്യുന്നത്. നമ്മളെന്തിനാ നമ്മുടെ ഇഷ്ടം കുടുംബത്തിന് വേണ്ടി ഇല്ലാതാക്കുന്നത്? അച്ഛനും അമ്മയും ഒന്നുമല്ലല്ലോ ജീവിക്കുന്നത്, ഞാനല്ലേ? നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അനുഭവിക്കേണ്ടത് ഞാനല്ലേ? അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ആളുടെ കൂടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ? വിവാഹം എന്ന് പറയുന്നത് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന രണ്ടുപേർ ഒരുമിച്ചൊരു ജീവിതയാത്ര ആരംഭിക്കുന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അനുവേട്ടൻ്റെ കൂടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാനാണ് താല്പര്യം. ആ ജീവിതത്തിൽ ഞാൻ സന്തോഷവതിയായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുമുണ്ട്. അതിനപ്പുറം മറ്റൊന്നും എനിക്കറിയില്ല, എനിക്കറിയണ്ട. പിന്നെ നിനക്ക് തോന്നും അത് തെറ്റായിരുന്നുവെന്ന്. അങ്ങനെയൊരു തോന്നലുണ്ടായാൽ ഞാൻ ആ ബന്ധത്തിൽ നിന്ന് പുറത്തു വരും. അല്ലാതെ എന്തു ചെയ്യാൻ പറ്റും? നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എത്ര എളുപ്പത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്? ജീവിതം ഒന്നേ ഉള്ളൂ. അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത്. ജീവിതം ഒന്നേ ഉള്ളൂ. നമുക്കിഷ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കണം. പിന്നെ ഒരു അവസരം മാറ്റി ചിന്തിക്കാൻ ഉണ്ടാവില്ല. പ്രായം കടന്നു പോകും തോറും നമ്മുടെ ജീവിതത്തിലെ മനോഹരമായ നിമിഷങ്ങൾ നഷ്ടമാകും. അനുവേട്ടൻ ഒരിക്കലും എനിക്ക് തെറ്റായ ഒരു ഓപ്ഷനല്ല. അതല്ല, എൻ്റെ വിശ്വാസം തെറ്റാണെങ്കിൽ എനിക്ക് മറിച്ച് ചിന്തിച്ചേ പറ്റൂ. അതിനീ വീടോ വീട്ടുകാരുടെ അഭിമാനമോ ഒന്നും എനിക്ക് നോക്കാൻ പറ്റില്ല. എൻ്റെ ജീവിതമാണ്. ഞാൻ ആഗ്രഹിച്ചതുപോലെ അല്ലെങ്കിൽ പരമാവധി അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കും. ഒട്ടും പറ്റാതെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ എനിക്ക് ആ ജീവിതത്തിൽ തന്നെ നിലനിൽക്കാൻ പറ്റുമോ? അതിൽ നിന്ന് പുറത്തു വരണ്ടേ? മറ്റൊരു ജീവിതം കണ്ടുപിടിക്കണ്ടേ? ഒരു വിവാഹമല്ല ഞാൻ ഉദ്ദേശിച്ചത്. എൻ്റെ ഭാവി ജോലി, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അങ്ങനെ ആവില്ലെന്ന് 100% എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ ആയാൽ അക്കാര്യത്തെപ്പറ്റി മാത്രമാണ് ഞാൻ പറഞ്ഞത്. രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് പടിപ്പുര കടന്ന് വീണയും വിവേകം അകത്തേക്ക് വരുന്നത് കണ്ടത്. ഒരു നിമിഷം ഞെട്ടി രണ്ടുപേരും പരസ്പരം നോക്കി. കാത്തിരിക്കൂ അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി.